ഹലോ, ഹായ്. ഞാൻ അൻഹാസാണ്. എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് 2-3 ദിവസങ്ങളായിട്ട് ഞാൻ കേൾക്കുന്നത് വീണ്ടും വേടനെ പറ്റിയാണ്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ആരെ വേടൻ? സോറി, വെറും വേടനല്ല, ഇപ്പൊ സർക്കാർ വേടനാണ്. കാരണം കുറച്ച് പ്രശ്നങ്ങളിൽ ഉള്ളിലൊക്കെ കിടന്നെങ്കിലും ഇപ്പൊ വിത്ത് പോലീസ് പ്രൊട്ടക്ഷനാണ് ആള് ഓരോ പരിപാടികൾ നടത്തുന്നത്, അവതരിപ്പിക്കുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരും പറയുന്ന റാപ്പന്റെ വേടന്റെ റാപ്പ് പാട്ട്, അല്ല ഇതെന്ത് പാട്ടുകൾ, എന്ത് വരികള്! കാരണം അവന്റെ വായ തോന്നിയ ഇപ്പൊ എന്തതിന് പറയാ, അപകർഷതാബോധം അങ്ങനെ പറയാലോ അല്ലെ. അപകർഷതാബോധം അത് അടിച്ച്, കാരണം അവന്റെ വായ തോന്നിയതൊക്കെ അവൻ വിളിച്ച് പറയണം മൈക്കിലൂടെ അങ്ങനെ വിളിച്ച് പറയുന്ന. കാരണം ഉറപ്പാണ്, എന്താ കാര്യം എന്ന് വെച്ചാൽ അവന് കറുത്തവൻ അല്ലെങ്കിൽ കളറ് കുറഞ്ഞവൻ എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ട്. അപ്പൊ വെളുത്തവർക്ക് എല്ലാവർക്കും എതിരെയുള്ള അവന്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട് രസിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, ഒരു മലയാളി എന്തോരം വായ തോന്നിയ മലയാളം വെച്ച് പിടിച്ചാലും ഒരു സായിപ്പ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരൻ പറയുന്ന റാപ്പ് ആവോ? മലയാളം റാപ്പ് എന്ന മലയാളം ഇത് ഛർദ്ദിക്കണ പോലെ സംസാരിച്ചത് മലയാളം റാപ്പായിട്ട് കൂട്ടാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ അതിനെതിരാണ്. ആക്ച്വലി ഇപ്പോ വേടൻ ഇവിടെ മലയാളം റാപ്പ് എന്ന രീതിയിൽ നടത്തുന്ന കഥകളി, അതിന് ഓക്കെ അവൻ പറയുന്നുണ്ട്, അവന്റെ വികാരങ്ങളും വിചാരങ്ങളും അവൻ പറയുന്നുണ്ട്. കാരണം അത് അവന്റെ അപകർഷതാ ബോധം എന്ന് തന്നെ പറയാം. മനസ്സിലുള്ള അയ്യോ ഞാൻ കറുത്തവനാണ്, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുറെ എണ്ണത്തിനെ പിടിച്ച് മാന്തട്ടെ എന്ന രീതിയിൽ നടത്തുന്ന പരിപാടികളാണ്. ഞാൻ വേറെ കുറെ കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇപ്പോ അവന് ഇതൊക്കെ പറയുന്നുണ്ട്. അവന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവൻ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്ക്. ഇപ്പോ കാരണം നമ്മൾ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ തൊഴിൽ ചെയ്യുന്ന, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അനുഭവിക്കുന്ന അവഗണനകള്, പിന്നെ നമുക്ക് ഇപ്പൊ ചെയ്യുന്ന ജോലിക്ക് കറക്റ്റായിട്ട് കൂലി കിട്ടുന്നുണ്ട് നമുക്ക്. ഇനി കൂലി കിട്ടിയാൽ തന്നെ അത് നമുക്ക് തികയോ? നമ്മുടെ ഒരു ദിവസത്തെ ചിലവുകൾ, ഒരു മാസത്തെ ഒരു കുടുംബം കൊണ്ടുപോകാനും നമുക്ക് പറ്റുമോ? ഇപ്പൊ ഈ വേടനെ തപ്പിപ്പിടിച്ച് പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, അവനും പൈസ ഉണ്ടാക്കി, അവന്റെ പാട്ടുകളൊക്കെ ഇതാണ്. കാരണം ലൈസൻസ് ഉണ്ട്, ലൈസൻസ് ഹോൾഡേഴ്സ് ആണ് അവര്. അവന്റെ പാട്ടൊക്കെ നമ്മൾ എടുത്തിട്ട് യൂട്യൂബിലിട്ടാൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് നമുക്ക് വരും. കാരണം പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവനും ഇവന്റെ ആൾക്കാരും പൈസ ഉണ്ടാക്കുന്ന, പിന്നെ കഞ്ചാവ് അടിച്ച് നടക്കുന്ന, പോലീസ് പിടിക്കുന്ന, ഇപ്പൊ പുറത്തിറങ്ങി വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ ഇവന്റെ പരിപാടികൾ നടത്തുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. പിന്നൊരു കാര്യം എന്താ വെച്ചാല്, ഇവന്റെ പരിപാടികൾ കാണാൻ വരുന്നവര് ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 18 വയസ്സായിട്ടില്ല, അല്ലെങ്കിൽ 15 വയസ്സായിട്ടില്ല, 10 വയസ്സായിട്ടില്ല, ചെറിയ കുട്ടികൾ. ഞാനൊരു വീഡിയോ സൈഡിൽ കാണിക്കാം. കാരണം ആ വീഡിയോയിൽ പാട്ടുണ്ടാവില്ല, കാരണം അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കാരണം ഞാൻ അത് ഏഡാക്കിയിട്ടില്ല. ഞാൻ പാട്ടില്ലാണ്ട് അവന്റെ ഒരു വീഡിയോ, കാരണം ഒരു കുട്ടി 10, 15 അല്ലെങ്കിൽ 10 വയസ്സുണ്ടാവില്ല, ആ കുട്ടി വന്ന് അവനെ വേടനെ കെട്ടിപ്പിടിക്കുന്നതാണ്. ആഹാ, നൈസായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. കാരണം ഇവന് എത്രത്തോളം നമ്മുടെ ഭാവി തലമുറ എന്നൊക്കെ പറയില്ല, അവരുടെ മനസ്സിൽ എന്തോരം വിഷാണ് കുത്തി വെക്കുന്നത്. കാരണം ഇവന്റെ അപകർഷതാ ബോധവും വികാരങ്ങളും വിചാരങ്ങളും അവൻ ബാക്കിയുള്ളവരിലേക്ക്, അവനെ ഫോളോ ചെയ്യുന്ന കുറെ ചെറുപ്പക്കാരും ആൾക്കാരും ഉണ്ട്. ഇപ്പൊ പ്രായഭേദമായിട്ട് നോക്കുന്നില്ല, കാരണം ചെറുപ്പക്കാരുണ്ട്, മിഡിൽ ഏജ് ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഏജ്ഡായ ആൾക്കാരും കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതുകൊണ്ട് നമ്മളെ നാടിന് എന്താണ് ഗുണങ്ങള്? ഇവനും ഇവന്റെ ആൾക്കാരും കുറച്ച് കാശുണ്ടാക്കുന്ന, അതിന് കഞ്ചാവടിച്ച് നടക്കുന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോ വേടനെ ഒരിക്കൽ ഞാനൊരു വീഡിയോ കണ്ടു, ആള് വേടനെതിരായിട്ട് സംസാരിച്ചു. അതിന്റെ അടിയിൽ വന്ന മെജോറിറ്റി കമന്റ്സും അവന്റെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചിട്ടുള്ളതായിരുന്നു. കാരണം വേടന് വേണ്ടിയിട്ട്. ഞാൻ ചിന്തിക്കുകയാണ്, ഇങ്ങനൊക്കെ പറഞ്ഞ് വേടനെ സപ്പോർട്ട് ചെയ്ത് ഇവർക്കൊക്കെ എന്താ കിട്ടുന്നത്? ഇപ്പൊ നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ നാട്ടില് ഒരുപാട് പേര്, ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി,
അവരെല്ലാവരും ചിന്തിക്കുന്ന പാസ്പോർട്ട് എടുക്കുക, നാട് വിടുക, നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഇവിടെ ടാക്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നിൽക്കുന്ന നമ്മൾ പക്ഷെ പുറം രാജ്യത്ത് UK US അവിടെയൊക്കെയാണെങ്കിൽ അവർ ടാക്സ് പിടിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ജനറേഷന് കിട്ടുന്ന സപ്പോർട്ട് ഫിനാൻഷ്യലി ആണെങ്കിൽ വേറെ എന്താണെങ്കിലും ആ സപ്പോർട്ട് നമുക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ? പറ്റില്ല. ആക്ച്വലി വേടൻ പറയേണ്ടത് അത് അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മളിപ്പോ എവിടെയെങ്കിലും ഇപ്പോൾ നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അവഗണനകൾ അത് വേടന് പാട്ടായിട്ട് കൊണ്ടുവരാം. ഇത് കാരണം ഈ വർണ്ണവിവേചനവും കാര്യങ്ങളും ഇവനിപ്പോൾ പാട്ടിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. യൂറോപ്യൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് അനുഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ജനറേഷന് അവനൊന്ന് ഒരു മുട്ട് കൊടുത്ത് അവരൊക്കെ എഴുന്നേൽപ്പിച്ചു. അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ വേടന് കിട്ടിയിരിക്കണം. എനിക്കെന്താ പറയാനുള്ളത് വെച്ചാല്, വേടാ നീ ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വാർ വരുന്നുണ്ട്, കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ നീ പറയണമെങ്കിൽ എന്തായാലും എൻ്റെ പരിപാടി ഒരു ലൈന് പോലും മിസ്സാക്കാണ്ടിരുന്ന് കാണും ഞങ്ങളൊക്കെ. പക്ഷെ ഇപ്പോ റീസെന്റ് നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ സർക്കാർ ചെലവില് സർക്കാർ വേടനായിട്ടാണ് അവൻ നമ്മളെ നാട്ടിൽ വന്നിട്ട് ഓരോ ഇടുക്കിയിലൊക്കെ വന്ന് കത്തിച്ചു പോയി എന്നാണ് അവന്റെ ഫാൻസ്. ഇപ്പൊ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അവള് ഒരു ഡൈഹാർഡ് ഫാനാണ്. അവള് പറഞ്ഞാൽ വേടൻ എന്ന് പറഞ്ഞാൽ അവള് ചോര തിളയ്ക്കും. അപ്പൊ ഞാന് ഇപ്പൊ ഇതിട്ട് കഴിഞ്ഞാൽ അവൾ എന്തൊക്കെ പറയാന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താ കേസ് എന്ന് വെച്ചാൽ, ഡബേട ആദ്യം നമ്മളെ നാട്ടിലെ ജനങ്ങളെ പറ്റി, നമ്മളെ നാടിനെ പറ്റി നീ ചിന്തിക്ക്. അതിനെപ്പറ്റി എന്തെങ്കിലും പാട്ടൊക്കെ ഇറക്ക്. അല്ലാണ്ട് ഇപ്പോ പണ്ടെപ്പോഴോ തേഞ്ഞു മാഞ്ഞു പോയ വർണ്ണവിവേചനവും ജാതിവെറിയും കാര്യങ്ങളൊക്കെ പൊക്കിക്കൊടുന്നൊരു കാര്യമല്ല. ഇപ്പൊ തൽക്കാലം ഞാൻ കുറച്ച് പോയിന്റ്സ് പറഞ്ഞല്ലോ. കാരണം നമ്മൾ തൊഴിലിടങ്ങളിൽ ഇപ്പോ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയട്ടെ. ഇപ്പോ നമ്മളെ മലയാളീസില് അവർക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. മാസം ചിലപ്പോൾ ലോൺസ് ലക്ഷങ്ങൾ അടയ്ക്കാനുണ്ടാവും, ഒരുപാട് കടങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അതൊക്കെ വീട്ടിൽ അതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും പാട്ടിറക്കി അവർക്കൊക്കെ ഒരു ഊർജം കൊടുക്കുക. അല്ലാതെ പിന്നെ ഞാൻ കറുത്തോ ഞാൻ വെളുത്തോ ഇത് അമ്മാതിരി വർത്തമാനത്തിലല്ല. പിന്നെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ ഗൈസ്, അതായത് കറുത്ത വേടൻ സെലക്ട് ചെയ്ത ഗേൾ ഫ്രണ്ട് വെളുത്ത ഗേൾ ഫ്രണ്ടാ. ആ ഫോട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കാണുക, എന്നിട്ട് പറ. കാരണം ഇപ്പൊ കറുത്ത വേടനാണ്, അവർക്ക് കറുപ്പിനോട് അത്ര അപകർഷബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ സെലക്ട് ചെയ്യേണ്ടത് ഒരു കറുത്ത ഗേൾ ഫ്രണ്ടിനല്ലേ. അവൻ എന്തുകൊണ്ട് വെളുത്ത ഗേൾ ഫ്രണ്ടിനെ സെലക്ട് ചെയ്ത്? ഇപ്പൊ നമ്മളെ നാട്ടിലെ എല്ലാവരും മറന്നുകൊണ്ടിരിക്കുന്ന സഹതാപ തരംഗങ്ങളാണ് അവൻ പൊക്കിക്കൊണ്ടിരുന്നത്. ഞാൻ കറുത്തവനാണ് അതുകൊണ്ട് നിങ്ങൾ മിണ്ടണ്ട, അയ്യോ വർണ്ണവെറി, അയ്യോ മറ്റൊരു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സഹതാപ തരംഗങ്ങൾ ഈ എവിടെ കൊണ്ട് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? താഴേക്ക് വാടാ, നീ മാറ്ററിലേക്ക് വാ. നമ്മളെ നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, അതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും പറയോ പാടോ ചെയ്താൽ നിന്റെ കൂടെ നമ്മൾ നിൽക്കും. പക്ഷെ അല്ലാണ്ട് ഇപ്പോ ഞാൻ കറുത്തവനാണ് ഞാൻ വെളുത്തവനാണ് ആൾക്കാരെ മുന്നിൽ വെറുതെ അഭിനയിച്ച് കൂട്ടുകയാണ്. അത് കണ്ട് ഓശാന പാടാൻ കുറെ ഫാൻസും. അത് ഈ ഒന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു. അവര് പരിപാടി നടത്തുന്ന, അവൻ പരിപാടി നടത്തുന്ന, അവനെ പൊക്കി കൊണ്ടുവരുന്ന, ഒരു പരിപാടി നടത്തുന്ന, അവര് കാശുണ്ടാക്കുന്ന കഞ്ചാവ് അടിക്കുന്നു. ഇപ്പോ എന്റെ കൂട്ടുകാരൻ പറഞ്ഞ്, അളിയ കഞ്ചാവുണ്ട്. അവന് എത്രയുണ്ട്? 5 ഗ്രാം ഉണ്ടറാ, കുഴപ്പമില്ല, നമ്മളെ പോലീസൊന്നും പിടിക്കൂല, കാരണം വേടനുണ്ടല്ലോ. അപ്പൊ ആൾക്കാരും പിള്ളേരും എന്താ കരുതുന്ന, 5 ഗ്രാമൊക്കെ വെച്ചാല് ആൾക്കാർക്ക് ഫേമസ് ആവാം, അല്ലാണ്ട് പോലീസ് അറസ്റ്റ് ചെയ്താൽ ഇത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ തലമുറ ഇത് എവിടേക്കാ പോണത്? അല്ലെങ്കിൽ 2K പിള്ളേരെ കൊണ്ട് മുട്ടി നടന്ന് ഓരോ പ്രശ്നങ്ങളെയും നടക്കാണ്. ഇപ്പൊ ആൾക്കാരാണെങ്കിലും ഇപ്പോ ആ 2K പിള്ളേര് 2K ഫുൾ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവര് ഇമാതിരി കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ അവരെ ചിന്താഗതി ഏത് രീതിയിലൊക്കെ പോണത്? സോറി, അത് ചില സമയം എന്റെ മൈക്കയില് ബാക്ക്ഗ്രൗണ്ട് ഒന്നും റെഡ്യൂസ് ആവുന്നില്ല, നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതന്നെ ആൾക്കാരെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ വേടന്റെ പാട്ടും കാര്യങ്ങളൊക്കെ വരുന്ന പോലെ തന്നെ. അല്ല, ഞാൻ കുറച്ച് മുന്നൊരു വീഡിയോ കാണിച്ചല്ലോ. കാരണം അവൻ പാടുന്ന സമയത്ത് ആ കുട്ടി ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു.
എന്താ പറയാ അതിന്. സത്യം പറഞ്ഞാ ഞാൻ ഇതൊക്കെ ചിന്തിക്കുമ്പോ ഇപ്പോഴത്തെ തലമുറ ഇത് എവിടേക്കാ പോകുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. അവർക്ക് വേറെ എന്തൊക്കെ ഫോളോ ചെയ്യാൻ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ ഇന്ത്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കേരള അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇതിനൊക്കെ എതിരെ അവന് പാട്ടിറക്കി എടുക്കാലോ. ഇത് വെറുതെ കിടന്നിട്ട് ഞാൻ കറുത്തോ ഞാൻ വെളുത്തോന്, അല്ലെങ്കിൽ നീ വെളുത്തോ, നീ കൂടുതൽ മിണ്ടണ്ട, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇന്ത്യയിൽ 5 ഗ്രാം കഞ്ചാവുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ത്യ ഗേൾഫ്രണ്ട് ലക്ഷോളത്തെ പെൺകുട്ടിയാണ് ഞാൻ. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ സെലക്ട് ചെയ്ത് പെൺകുട്ടി വെളുത്തതാണ്. നാനണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ നാളെ വേറെ എന്തെങ്കിലും ചിലപ്പോ വണ്ടി ഓവർടേക്ക് ചെയ്തു, ഇവന്റെ കാർ ഓവർടേക്ക് ചെയ്തു, അവൻ ഉണ്ടാക്കും കറുത്തോന്റെ കാർ ഓവർടേക്ക് ചെയ്തു എന്നാണ്ട് ഇവൻ പ്രശ്നം ഉണ്ടാക്കാം. അല്ല, നിങ്ങൾ ചിന്തിക്കുകയും ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മളെ നാടിന് എന്താണ് ഗുണം? ഇത് ഒരു ഗുണമില്ല, തേങ്ങയല്ല, നമുക്ക് കറുപ്പില്ല നമുക്ക് വെളുപ്പില്ല എന്ന് കരുതിയിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും കാശ് ചെലവാക്കി. കാരണം അവന്റെ പരിപാടിക്ക് എത്ര ടിക്കറ്റിന് 500 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു. ആ ടിക്കറ്റ് എടുത്തിട്ടാണ് അത് അതിന്റെ ക്യാപ്ഷനാണ് ഞാൻ വേടൻ. വെറും വേടനല്ല, സർക്കാർ വേടൻ വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ. ഈ പോലീസല്ല അവന്റെ 2 ദിവസം മുന്നേ പിടിച്ചോണ്ട് പോയത്. അതായത് കഞ്ചാവ് 5 ഗ്രാം, പുലിപ്പല്ല് പിന്നെ വേറെ കുറെ ഫേമസ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോ അതിൽ നിന്ന് മെല്ലെ മാറി. കാരണം ഇവനക്ക് എന്തറിയാൻ അത് ഞാൻ ഓക്കെ ആ കാര്യത്തിൽ ഞാൻ ചെയ്യുന്നു. പക്ഷെ അവന്റെ വാക്കുകളോട് ഒട്ടും ഒരു രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നില്ല. ശരി, സപ്പോർട്ട് കൊടുക്കാം. അവൻ ഇന്ത്യക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവ പറഞ്ഞ് പാട്ട് പാടി ആൾക്കാരുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ജാതിവെറി വർണ്ണവെറി ഇതൊക്കെ പഴയ കാര്യങ്ങളാടോ. ഇത് ഇപ്പൊ ഞാൻ വേറെ പേരുകളൊന്നും നിന്നെ വിളിക്കുന്നില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇറക്ക് വരട്ടെ, പാട്ട് വരട്ടെ, പക്ഷെ ആ പാട്ടില് ജനങ്ങളെ മനസ്സിൽ കൊള്ളുന്നത് കറുത്തവൻ വെളുത്തവൻ എന്ന് പറഞ്ഞ വർണ്ണവെറി അതല്ല. ഇപ്പോഴത്തെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാവണം. ഇപ്പോഴത്തെ പിള്ളേരോട് പറയണം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. കാരണം നിന്നെ ഫോളോ ചെയ്തൊരു യുവതലമുറ വരുന്നുണ്ട്. കാരണം അവർക്ക് നിന്റെ പാട്ടുകളും നിന്റെ വരികളും അവരെത്രത്തോളം ഹൃദയത്തിൽ ഉണ്ട് എന്നതിനാണ് നിന്റെ ഓരോ പരിപാടിക്കും കിട്ടുന്ന ജനങ്ങളുടെ പിന്തുണ. കാരണം ഇവന്റെ പാട്ടിലും ഇവന്റെ വരികളിലും കയറി വന്ന വർണ്ണവറിയും കാര്യങ്ങളും അപകർഷത ബോധവും എല്ലാം കൊണ്ടുമാണ് ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ വന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും സ്വയം കൺട്രോൾ ചെയ്ത് ജനങ്ങളെ നല്ല രീതിയിലേക്ക് എത്തിക്കണം. അവൻ തന്നെ പറയുന്നുണ്ട് ഞാൻ കഞ്ചാവ് അടിച്ച് നടക്കണ്, ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞത് ആരും അത് ഫോളോ ചെയ്യരുതെന്ന്. പിന്നെന്തിനാണിത്? മറ്റേ ഒരു പടത്തിൽ ധർമ്മജൻ പറയില്ലേ, രണ്ടും ഒരുമിച്ച് വേണ്ട എന്നുള്ളത്. അതന്നെ എനിക്ക് ഇവനോടും പറയാനുള്ളത്. രണ്ടും ഒരുമിച്ച് വേണ്ട. കറുത്തവൻ വെളുത്തവൻ എന്ന് പറയുന്നത് ഒരു വെള്ളക്കാര് ഒരു വെള്ള ഗേൾഫ്രണ്ടിനെ പൊക്കി പിടിച്ച് നടക്കുന്നുണ്ടല്ലോ റൊമാൻറ്റിക് കപ്പിൾസ് ആയിട്ട്. അതും വേണ്ട എന്ന് വെക്കണം. അല്ലാണ്ട് പിന്നെ 2 തോണിയിലും കാലിട്ടെടുക്ക് 2 ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. വേടൻ കാരണം ഇപ്പൊ യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഒരൊറ്റ ബാക്കിയുള്ളൂ വേടൻ. അവൻ എങ്ങനെ ഫേമസ് ആയി? ഈ ജാതിപേറിയും വർണ്ണപേറിയും അപകർഷബോധമൊക്കെ ആൾക്കാരുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് അവിടെ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടാണ് അവൻ ഫേമസ് ആയിട്ടുള്ളത്. അല്ലാണ്ട് ഒരാൾക്ക് നല്ലത് ചെയ്തിട്ടല്ല. നല്ലത് ചെയ്തു എന്ന് പറഞ്ഞ് ഒരാൾ സപ്പോർട്ട് ചെയ്ത് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് വീടിന്റെ ജപ്തി അവൻ ബ്ലോക്ക് ചെയ്യുക, അങ്ങ് പൈസ കൊടുക്കുക, അത് ചെയ്യുക, ഇങ്ങനൊന്നും അവൻ ചെയ്തിട്ടില്ല. അവൻ ചെയ്തത് കുറച്ച് വാക്കുകൾ ആൾക്കാരുടെ ഇടയ്ക്ക് തീമായി ഇട്ട് കൊടുക്കുക. അത് ഫോളോ ചെയ്ത് കുറെ പേര് കേട്ട് വരിക, എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക. എല്ലാവരും വിചാരിക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മൾ ഹ്യൂമൻസ് ആണ്. അവിടെ കറുത്തവും വെളുത്തവും എന്നുള്ള ഒരു പരിഗണന ഇതുവരെ കൊടുത്തിട്ടില്ല ഞാനൊന്നും. അപ്പൊ അങ്ങനെ കൊടുക്കാണ്ട് വേറെ മെസ്സേജസ്, നമുക്ക് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ടൈപ്പ് മെസ്സേജസ് കൊടുത്താൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും ഞാൻ പറയണു, വെളുത്ത പെണ്ണിനെ സെലക്ട് ചെയ്യാൻ വേടം കാണിച്ച മനസ്സ് നിങ്ങൾ ആരും കാണാതെ പോരുത് കേട്ടോ. എന്തായാലും കാണണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇനി നാളെ അവൻ വേറൊരു വെള്ള ഗേൾഫ്രണ്ടിനെ കറുത്ത വേടൻ കണ്ടുപിടിക്കട്ടെ, അതല്ലേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. കുറച്ച് ഫ്രസ്ട്രേഷൻസ് എനിക്കുണ്ടായിരുന്നു ഇവന്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. അതൊക്കെയാണ് രാവിലെ തന്നെ നിങ്ങളോട് വന്ന് പറഞ്ഞത്. ഇപ്പൊ എന്താണെങ്കിലും ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.